ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പപ്പായ സോപ്പാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇത്. ബേസ് പപ്പായയുടെ ആണ്. 1/2 കിലോ ഇല്ല, അപ്പോൾ അത്രയും എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് റോസ് വാട്ടർ, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചതാണ്. റോസ് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് വെജിറ്റബിൾ ഗ്ലിസറിന്, ഒലിവ് ഓയിൽ, പിന്നെ ആൽമണ്ട് ഓയിൽ, പിന്നെ ക്യാമെ ഫ്രാഗ്രൻസ് ആണ്. മണത്തിന് വേണ്ടി ക്യാമയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വൈറ്റമിൻ ഇയുടെ ഓയിൽ. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മോൾഡ് ഇതാണ്, പിയേഴ്സിൻ്റെ മോൾഡാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഡബിൾ ബോയിൽ വേണം ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബേസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം. അതിന് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് ഡബിൾ ബോയിൽ ചെയ്ത് വേണം എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് നമുക്കിതങ്ങ് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പം വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഇതിനെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ പതുക്കെ ഇരുന്ന് എല്ലാം അലിഞ്ഞ് ഇതായിക്കൊള്ളും. നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കിക്കഴിഞ്ഞാൽ അത് പത വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് നോക്കാം. നമ്മൾ എടുത്ത് വെച്ച ഓയിലെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബേസ് അല്പം കൂടെ ഒന്നുകൂടെ ഉരുക്കി ചേരാനായിട്ടുണ്ട്. അലിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് അരിയണം. അരിഞ്ഞതിന് ശേഷം ഇതുകൂടെ അതിനകത്ത് ഒഴിക്കണം. അപ്പം നമുക്ക് അതിലേക്ക് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ അരിയാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സ്മെല്ലിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ക്യാമെ എന്നുള്ള അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ സ്മെല്ല് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ബേസ് എല്ലാം ഉരുകിയിട്ടുണ്ട്, എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തീ അങ്ങ് ഓഫാക്കാം. ഓഫാക്കിയ ശേഷം ചൂട് കാണും. അപ്പോൾ ഒരു തുണിയെല്ലാം എടുത്തതിന് ശേഷം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മോൾഡിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആർക്ക് വേണോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഈ ബേസ് എല്ലാം നമുക്ക് വാങ്ങാനായിട്ട് കഴിയും. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം നമുക്കുണ്ടാക്കാം. അതില്ലെങ്കിൽ തന്നെയും നമുക്ക് വീട്ടിലത്തേക്കുള്ള ആവശ്യങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. സെയിലായില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് വാങ്ങണ്ടല്ലോ പുറത്തുനിന്ന്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉപയോഗം ആകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നല്ലവണ്ണം വർക്കൗട്ടായിട്ടുണ്ട്. ഞാനിപ്പം പുറത്തുനിന്ന് വലുതായിട്ട് സോപ്പ് വാങ്ങുന്നില്ല. ഞാൻ തുണി അലക്കാനുള്ള സോപ്പ് മാത്രമേ വാങ്ങുന്നുള്ളൂ. ഈ സോപ്പ് വാങ്ങാറേ ഇല്ല. കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു പാത്രത്തിൽ കൂടെ ഒക്കെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ചെറിയ സോപ്പിനെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എന്തായാലും അതിനകത്ത് തികയത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ 1/2 കിലോ ഇല്ല കേട്ടോ. 1/2 കിലോയ്ക്ക് 5 എണ്ണം വരേണ്ടതാണ്. 4 കുറച്ചേ ഉള്ളൂ. അപ്പോൾ 1/2 കിലോ ഇല്ല. അപ്പോൾ അത്രയാണ്
നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു ചെറിയ സോപ്പായിട്ട് കിട്ടും. ചെറിയ കുഞ്ഞ് ഡബ്ബ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ കാണാനില്ല. അതുകൊണ്ട് ഇപ്പം ഇതിലാണ് ഒഴിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് സമയമോ ഒന്നും വേണ്ട. നമുക്ക് ഈ ബേസ് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ പ്ലാൻസ് മാത്രമല്ല, ഇതും കൂടെയൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ, അപ്പം നമ്മുടെ പപ്പായ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ചെറുതിലൊഴിച്ചത് ഇതാണ്. അപ്പം 4 സോപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സോപ്പും വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് പപ്പായയുടെ ബേസ് വെച്ച് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.